ഞാൻ ഒരു ഇടപെടൽ നടത്തട്ടെ. അതിന് ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് ഇപ്പൊ എൻകൗണ്ടർ നടത്തുന്ന ആളുകളാണ് നമ്മളൊക്കെ. നമ്മളെ അതിഥികളോട് നിരന്തരം പറയാറുള്ളത് നിങ്ങളൊരു സാമാന്യമായ മര്യാദ കാണിക്കണമെന്നാണ്. ഒരിക്കൽ എം സ്വരാജ് അദ്ദേഹത്തോട് ഒരു അവതാരകൻ ദേഷ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കി വന്ന ക്ഷോഭവുമായി ഇവിടെ നിങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ടാക്കണ്ട. ഞാൻ അസിതയോട് ശക്തമായി വിയോജിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഹാഷ്മി പറഞ്ഞത് ഒരു ഫേക്ക് നെറേറ്റീവ് ആണ് എന്ന് അസിത ഒരു പ്രയോഗം നടത്തി. ഞാൻ അസിതയ്ക്കല്ല ഞാൻ മറുപടി പറഞ്ഞു, ഞാനൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. താങ്കൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനൊരു ട്രെയിൻ യാത്ര നടത്തുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. എൻ്റെ അടുത്ത സീറ്റിൽ ഒരു വളരെ തലമുതിർന്ന ഒരു BJP നേതാവ് വളരെ യാദൃശ്ചികമായി എന്നോടൊപ്പം യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അടുത്ത 25 വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം മാറാൻ പോകുന്നത് ഒരേ ഒരു തരത്തിലായിരിക്കും. അതായത് കേരളത്തിൽ ഒരു സെക്കുലാർ ഫ്രണ്ട്, അതായത് ഒരു മതേതര മുന്നണിയും പിന്നെ ഒരു ഹിന്ദു കക്ഷികളുടെ കൂട്ടായ്മയും ഉണ്ടാകും. അതാണ് BJP ലക്ഷ്യം വെക്കുന്നതെന്ന് ഞാൻ എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന ഒരു പ്രസ്താവനയാണത്. BJPയുടെ അടിസ്ഥാനപരമായി ഈ രാജ്യത്തെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അത് പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. പിന്നെ പിന്നെ ഇവിടെ ചോദിച്ചൊരു ചോദ്യം, ഇവിടെ കോൺഗ്രസിനെ തോൽപ്പിച്ച് വേറൊരു പ്രാദേശിക പാർട്ടിക്ക് ഭരണം കൊടുക്കുകയാണോ BJPയുടെ ഇതെന്ന് വെച്ചാൽ അത് മിതമായ ഭാഷയിൽ അതൊരു രാഷ്ട്രീയ സാക്ഷരതയുടെ കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം BJPയെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് ദേശീയ പാർട്ടി. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അടിക്കുക എന്നതാണ് BJP. മാത്രമല്ല മര്യാദയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു ചർച്ചയിൽ മര്യാദയുടെ കാര്യം ഞാൻ മര്യാദയുടെ കാര്യം പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെ ചർച്ച നടത്തിയാൽ മതി. ഞാൻ മര്യാദയുടെ കാരണം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് കേട്ടിരുന്നു. അതെ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നാൽ ദേശീയ തലത്തിൽ BJPക്ക് അതൊരു ക്ഷീണമാണ്. അത് രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ പ്രഭാവത്തിന്റെ ലക്ഷണമാണെന്ന വ്യാഖ്യാനം ഉണ്ടാകും. അതുകൊണ്ട് സ്വാഭാവികമായും BJP ആഗ്രഹിക്കുന്നത് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്ന് തന്നെയാണ്. എന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഡീൽ ഉണ്ടാക്കിയെന്നല്ല, പക്ഷെ അതാണ് അതിലെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് BJP കളിക്കുന്നത് എന്നതാണ് എന്റെ അഭിപ്രായം. ഞാനതിൽ ഹാഷ്മിയോടും ഗോപികൃഷ്ണനോടുമുള്ള എന്റെ വിയോജിപ്പ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, പ്രായോഗികമായ നമ്മൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടതിന്റെ ദേശീയ തലത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP മുദ്രാവാക്യത്തോടോ ഒന്നാം നമ്പർ ശത്രു കമ്മ്യൂണിസ്റ്റുകൾ എന്ന ഗോൾവാക്കർ എഴുതിയ ആ വരികളോടോ വാചകങ്ങളോടോ അല്ല ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ BJPയെ സംബന്ധിച്ച് അത് കേരളത്തിൽ നമുക്കറിയാം. BJPയുടെ അവർ പലപ്പോഴും ജയിച്ചിട്ടുള്ളത്, നമ്മൾ 2016 O രാജഗോപാൽ ജയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു സ്ഥിതി? ആരുടെ വോട്ടുകളാണ് എങ്ങോട്ടാണ് പോയത്? 2016 O രാജഗോപാൽ ജയിക്കുന്നത് UDFന്റെ വോട്ടുകൾ 7000 വോട്ടുകൾ മാത്രമാണെന്ന് സുരേന്ദ്രൻ പിള്ളയ്ക്ക് UDF സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത്. ബാക്കി വോട്ടുകൾ എങ്ങോട്ട് പോയി? ആ ബാക്കി വോട്ടുകൾ നേരത്തെ തൊട്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ആ വോട്ടുകളല്ലേ O രാജഗോപാലിന്റെ വിജയത്തിന് അടിസ്ഥാനമായത്? കേരളത്തിൽ അങ്ങനെ ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് അതങ്ങനെ അത് അപ്രായോഗികമായ ഒരു കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. ദിലീപേട്ടോട് ഞാൻ അത് യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഗ്രൗണ്ടിൽ വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. അതായത് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടി വോട്ടുകൾ CPMന്റെ വോട്ടുകൾ BJPക്ക് പോകുന്നു. പാർട്ടിക്ക് ഏറ്റവും അധികം ബേസ് ഉള്ള പലയിടങ്ങളിലും വോട്ടുകൾ BJPക്ക് പോകുന്ന ഗുരുതരമായ സാഹചര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. BJPയുടെ വളർച്ച നമ്മൾ കാണാതിരുന്നുകൂടാ. പക്ഷേ കൂട്ടമായ ഒരു ദിലീപേട്ടൻ പറയുന്നതിന്റെ പ്രാഗ്മാറ്റിക് സെൻസിൽ ഞാൻ അതിനെ മനസ്സിലാക്കുന്നു. ഗ്രൗണ്ടിൽ നീ പോയി എന്താണ് പറയില്ല. ഞാൻ പറഞ്ഞ വിശാലാർത്ഥത്തിൽ BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അതിൽ ഈ പറയുന്ന തമിഴ്നാട് അല്ലെങ്കിൽ തെലങ്കാന, കർണാടക ഓൾറെഡി അല്ലെങ്കിൽ തമിഴ്നാട് കോൺഗ്രസിൽ പോകാൻ പോകുന്നു. ഇരിക്കും കേരളം കൂടി കോൺഗ്രസിലോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി കിട്ടുന്ന വലിയ നേട്ടമാണ് എന്ന് അംഗീകരിക്കാൻ BJP ഐഡിയോളജി തയ്യാറല്ല. താല്പര്യം പറയുന്നത് ഒരു സെക്കൻഡ്. BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം ഞാൻ പറയുകയാണ്, അതിനെ ഫേക്ക് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു തിയറി ഉണ്ടെങ്കിൽ അത് ഫേക്ക് നറേറ്റീവ് അല്ല, അത് ഒറിജിനൽ നറേറ്റീവ് ആണ്. അത് ഫേക്ക് നറേറ്റീവ് അല്ല. ഹാഷ്മി അതിൽ എന്താണ് പറഞ്ഞത്? അവരുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അതിൽ തർക്കമില്ല. അവരുടെ പ്രഖ്യാപിത നയമല്ലേ അത്? എന്തിനാണ് നമുക്ക് തർക്കിക്കേണ്ട കാര്യം? ഞാൻ ചോദിക്കുന്നത് അല്ലല്ല ഹാഷ്മി, അല്ല, ഞാൻ ആശയാടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പറഞ്ഞിട്ടില്ല. തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഡീൽ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഹാഷ്മി അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഹാഷ്മി പറഞ്ഞത്. എന്താന്ന് ചോദിക്കട്ടെ, ഹാഷ്മി എന്താ പറഞ്ഞത്? മാറ്റി പറഞ്ഞു, ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ തുടക്കം മുതൽ പറയുന്നത് BJPക്ക് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ട്.
BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കോൺഗ്രസ് നശിച്ച് നാറാണക്കൽ പിടിച്ച് കാണാനാണ് BJPയുടെ ലക്ഷ്യം. ശ്യാം പ്രസാദ് എന്ന് പറയുന്ന RSSന്റെ ഒരു സൈദ്ധാന്തികൻ നമ്മുടെ ചർച്ചയിൽ ഒരു ആളാണ്. പുള്ളി കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് മുടിഞ്ഞ് മുക്കലിട്ട് കാണണം എന്നാണ് BJPയുടെ ആഗ്രഹം എന്ന് എവിടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, S. സുരേഷ് പറഞ്ഞു. S. സുരേഷ് BJPയുടെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ വളരെ അടുത്ത ബഡ്ഡിയാണ്. നമ്മുടെ ഒരു ചർച്ചയിൽ എന്റെ ചോദ്യത്തിന് S. സുരേഷ് പറഞ്ഞാണ്, അതായത് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിച്ചാൽ അത് കോൺഗ്രസിന് വോട്ടാകും, ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് S. സുരേഷ് പറഞ്ഞാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.